ഇന്ന് എൻ്റെ ഈ അച്ഛമ്മന്റെ ലവ് സ്റ്റോറി പ്രണയ കഥയാണ് പറയാൻ പോണത്. അതിനു മുമ്പ് എൻ്റെ അപ്പൂപ്പൻ ജീവനോടെ ഉണ്ടോ ഇല്ലേ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. എൻ്റെ അച്ഛമ്മന്റെ ജീവിതകഥ കേട്ടിട്ട് ചിരിക്കണോ കരയണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അച്ഛമ്മന്റെ അപ്പൂപ്പൻ എവിടെയാണ് എവിടേക്കാ പോയി ചോദിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛമ്മ എപ്പോഴും പറയുന്ന ഡയലോഗാണ്, നിന്റെ അച്ഛന്റെ സ്വഭാവം തന്നെയാണ് നിന്റെ അപ്പൂപ്പനെന്ന്. കാരണം എൻ്റെ അച്ഛൻ 18ാമത്തെ വയസ്സിൽ നാട് വിട്ട് പോയിട്ട് തിരിച്ചു വന്നത് 35ാമത്തെ വയസ്സിലായിരുന്നു. ഇതേപോലെ എൻ്റെ അപ്പൂപ്പൻ കല്യാണം കഴിഞ്ഞ് ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ നാട് വിട്ട് പോയതാണ്. പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. കേൾക്കുന്നവർക്കൊക്കെ തമാശയാണെങ്കിലും അച്ഛമ്മന്റെ അവസ്ഥ ആലോചിച്ചപ്പോൾ ഭയങ്കര വിഷമമായി. ചില സമയത്തൊക്കെ അച്ഛമ്മ എന്തോ ആലോചിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയറിൽ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന കാണാം. ചിലപ്പോഴൊക്കെ കോഴിനെ വിളിച്ച് മടിയിൽ ഇരുത്തിയിട്ട് ആരുടെയും പറയാൻ പറ്റാത്ത വിഷമങ്ങൾ കോഴിൻ്റെ പറയും. ഞാനിപ്പോൾ അപ്പൂപ്പൻ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. അച്ഛൻ ഒരിക്കൽ അന്വേഷിച്ചു പോയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. എവിടെയാണ് എന്താണെന്ന് ഒരു വിലാസം പോലും ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ അച്ഛമ്മന്റെ മുറിയിൽ പോയിട്ട് അപ്പൂപ്പന്റെ വല്ല ഫോട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് പറഞ്ഞ് പഴയ ഒരു പെട്ടിയുണ്ട്, അത് നോക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ അച്ഛമ്മന്റെ വർഷങ്ങളോളം പഴക്കമുള്ള ഈ പെട്ടി തുറന്ന് നോക്കിയപ്പോൾ അതിൽ വലുതായിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ അച്ഛമ്മന്റെ ഷെൽഫ് തുറന്ന് നോക്കിയപ്പോൾ തമിഴ്നാട്ടിലത്തെ കുറച്ച് കവറുകളും പിന്നെ കുറച്ച് ചാക്കുകളും. അപ്പൂപ്പന്റെ വീട് ചിറ്റൂര് തമിഴ്നാട് ഭാഗത്തായിട്ടാണ്. പേര് അപ്പുക്കുട്ടൻ, കാണാൻ നിന്റെ അച്ഛന്റെ അതേപോലെ ഉണ്ടാവും. വലിയ മീശയും കാണാൻ അച്ഛനെ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ AI ഉപയോഗിച്ച് അപ്പൂപ്പന്റെ ഫോട്ടോ ഉണ്ടാക്കിയിരിക്കുകയാണ് ഞാനിപ്പോ. അത് അച്ഛമ്മയ്ക്ക് കാണിച്ചപ്പോൾ ഇത്ര കളർ ഇല്ല, പക്ഷെ കാണാൻ ഇതുപോലെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് കുറെ നേരം ഫോട്ടോയ്ക്ക് തന്നെ നോക്കി നിന്നു. ശരിയെന്ന് പറഞ്ഞ് ഞാൻ വണ്ടി എടുത്തിട്ട് അച്ഛമ്മന്റെ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് പോയി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നോക്കി. അങ്ങനെ ആ വിവരങ്ങൾ കൊണ്ട് ചിറ്റൂര്, നല്ലേപ്പുള്ളി, കൊഴിഞ്ഞാമ്പാറ, തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ അന്വേഷിച്ചു, പക്ഷെ കണ്ടെത്താനായില്ല. പക്ഷെ എന്റെ അപ്പൂപ്പനെ കുറിച്ച് കുറച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ അറിഞ്ഞു. ഈ കഥയിലെ വില്ലൻ എന്റെ അപ്പൂപ്പനാണ്. വീട്ടിൽ ചാരായം മദ്യം ഉണ്ടാക്കി വിക്കല്, അടിപിടി, ഗുണ്ടായിസം ഇങ്ങനെയുള്ള ആളായിരുന്നു അപ്പൂപ്പൻ. അച്ഛമ്മന്റെ മാല വരെ പൊട്ടിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്റെ അപ്പൂപ്പൻ എന്റെ അച്ഛമ്മന്റെ ഒരു സ്വഭാവം മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അച്ഛമ്മ ഒരു പരിധിവരെ ക്ഷമിച്ച അച്ഛമ്മ പെട്ടെന്ന് വയലൻ്റായി. പിന്നെ അത് വലിയൊരു പ്രശ്നമായി മാറി. മദ്യം വെക്കുന്നതും ചാരായം വാറ്റുന്നതൊന്നും വീട്ടിൽ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അപ്പൂപ്പൻ ദേഷ്യം വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ പോയത് അവിടേക്കാന്ന് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുറെ കത്തെഴുതി അന്വേഷിച്ചു പോയി, പക്ഷെ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അന്ന് എല്ലാം കൊണ്ട് ഒറ്റപ്പെട്ടു പോയ അച്ഛമ്മനെയും മക്കളിനെയും എല്ലാം ചേർത്ത് പിടിച്ചത് അച്ഛമ്മന്റെ സ്വന്തം അനിയനാണ്, സഹോദരനാണ്. പിന്നീട് അച്ഛമ്മന്റെ സഹോദരനും അച്ഛമ്മയും ചേർന്ന് റബ്ബർ തൊടിയൊക്കെ വാങ്ങിച്ച് അവിടെ ഒരു വീട് വെച്ച് റബ്ബർ തൊടി നോക്കിയിട്ടെല്ലാം ജീവിച്ചത്. ഇപ്പോഴും റബ്ബർ തൊടി കാണുമ്പോൾ അച്ഛമ്മ തന്റെ സഹോദരനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. എന്നാൽ എവിടെയായിരിക്കും എന്റെ ഈ അപ്പൂപ്പൻ? എന്നാലും അച്ഛമ്മയ്ക്ക് വലിയ വിഷമമൊന്നുമില്ല. അച്ഛമ്മയ്ക്ക് ഞങ്ങളും ഈ കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് ഹാപ്പി ആയിട്ട് പോണു. എന്റെ വീട്ടുകാരുടെയും കഥയൊക്കെ ഒരു സിനിമ കോമഡി കഥ പോലെയാണ്. ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം.